അപ്പോൾ നമ്മൾ അങ്ങനെ സ്പാർക്ക് പ്ലഗൊക്കെ അങ്ങനെ അയച്ചെടുത്തിട്ടുണ്ടായതിനു ശേഷം ഹെഡിൽ സൈഡിൽ വരുന്ന കവറും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈമിംഗ് ചെയിനെ ലോക്ക് ചെയ്തിട്ട് അങ്ങനെ സ്പോക്കറ്റിനെ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ 12-ന്റെ ബോൾട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഹെഡും സിലിണ്ടറും കൂടി 2 10-ന്റെ ബോൾട്ട് വെച്ച് ഇതാക്കിയിട്ടുണ്ടാവും, അത് അയച്ചെടുത്തു. അതുപോലെ തന്നെ താഴെന്ന് മേലേക്കൊരു പൈപ്പ് കണക്ഷൻ വരും ഓയിലിൻ്റെ, അത് ഊരിയെടുത്തു. പിന്നെ ഹെഡൊക്കെ നമ്മൾ സിമ്പിളായിട്ടാണ് ഊരിയെടുത്തത്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയിനിൽ നമ്മൾ ഒരു കയർ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം സിലിണ്ടറിൽ നിന്ന് സിമ്പിളായി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ചെയിൻ ഉള്ളിൽ പോകാണ്ടിരിക്കാൻ പറ്റുന്നതായിരുന്നു. സിലിണ്ടർ ഭയങ്കര ടൈറ്റ് ആയിരുന്നു, നമ്മളെങ്ങനെ കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടതാണ് എന്നെ കൊണ്ട് ഇതായാൻ പറ്റാണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിസ്റ്റനൊക്കെ ഫുള്ള് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിസ്റ്റൻ പിന്നൊക്കെ സിമ്പിളായിട്ടാണ് എന്തെങ്കിലും ഊരി എടുത്തിട്ടുണ്ടായിരുന്നത്. പിസ്റ്റൻ്റെ സൈഡ് ഫുള്ള് പൊട്ടിയിട്ട് നമുക്ക് എഞ്ചിൻ കേസിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇനി നമ്മൾ എഞ്ചിൻ ഫുള്ളായിട്ട് പിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന വണ്ടി ഞാൻ സെക്കൻഡ് ഗിയറിൽ ആക്കിയപ്പോൾ അറിയാണ്ട് ഫസ്റ്റ് ഗിയറിൽ വീണിട്ടുണ്ടായ പ്രശ്നമാണിത്. ബാക്കി അടുത്ത വീഡിയോ കാണാം.